ഞായറാഴ്ച വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശം നിറഞ്ഞ IPL 2026 പോരാട്ടത്തിൽ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് 18 റൺസിന് പരാജയപ്പെട്ടതിന് പിന്നാലെ ടീമിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയുമായി മുംബൈ ഇന്ത്യൻസ് നായകൻ ഹർദിക് പാണ്ഡ്യ. 2 ഇന്നിംഗ്സുകളിലും മുംബൈ നിരന്തരം പിന്നിലായി പോകുകയായിരുന്നു. ബാറ്റിംഗ് ബൗളിംഗ് നിരകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നാലും ടീം തങ്ങളുടെ സമീപനത്തെക്കുറിച്ച് പുനർചിന്തനം നടത്തുമെന്ന് പാണ്ഡ്യ പറഞ്ഞു. ധാരാളം വിക്കറ്റുകൾ നഷ്ടമായി, അതേസമയം തന്നെ ഞങ്ങൾ വളരെയധികം റൺസ് വഴങ്ങിയതായി ഞാൻ കരുതുന്നു. കളി എപ്പോഴും ഞങ്ങൾക്ക് പിന്നാലെ ഓടിപ്പിടിക്കേണ്ട അവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഒരു ബൗളിംഗ് യൂണിറ്റ് എന്ന നിലയിലും ബാറ്റിംഗ് യൂണിറ്റ് എന്ന നിലയിലും കളി നിയന്ത്രിക്കുന്നതിന് പകരം ഞങ്ങൾ കളിക്ക് പിന്നാലെ ഓടുകയായിരുന്നു, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷെർഫൈൻ റുദർഫോർഡിന്റെ മിന്നുന്ന പ്രകടനവും 22 പന്തിൽ 40 റൺസ് എടുത്ത ഹാർദിക്കിന്റെ പോരാട്ട വീര്യം ഉണ്ടായിരുന്നിട്ടും 241 എന്ന കൂറ്റൻ ലക്ഷ്യം പിന്തുടർന്ന മുംബൈക്ക് അത് മറികടക്കാനായില്ല. നേരത്തെ ഫിൽ സാൾട്ട്, രജത് പട്ടിദർ, ടീം ഡേവിഡ് എന്നിവരുടെ സ്ഫോടന ബാറ്റിംഗ് കരുത്തിൽ RCB 140 എന്ന കൂറ്റൻ സ്കോർ പടുത്തുയർത്തുകയായിരുന്നു. ടൂർണമെന്റിൽ ഫോം കണ്ടെത്താൻ ടീം പാടുപെടുകയാണെന്നും തങ്ങളുടെ ശൈലി പുനർചിന്തനം ചെയ്യണമെന്നും ഹർദിക് സമ്മതിച്ചു. ഞങ്ങൾക്ക് ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യങ്ങൾ എന്താണെന്നും ഞങ്ങൾക്ക് ആവശ്യമായ സ്പീഡും ക്ലിക്കും എങ്ങനെ നേടാമെന്നും നോക്കേണ്ടതുണ്ട്. ഇനി ഞങ്ങൾക്ക് കുറച്ച് ദിവസത്തെ ഇടവേളയുണ്ട്, അതിനുശേഷം ഞങ്ങൾ വീണ്ടും കളിക്കും. വളരെ സത്യസന്ധതയായി പറഞ്ഞാൽ ഇപ്പോൾ പല കാര്യങ്ങളും പുനർചിന്തനം ചെയ്യാനുണ്ട്. കാര്യങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുന്നില്ല. ഒരുപക്ഷെ ബാറ്റിംഗ് ഗ്രൂപ്പിലോ ബൗളിംഗ് ഗ്രൂപ്പിലോ മറ്റെന്തൊക്കെ ഓപ്ഷനുകൾ ഉണ്ടെന്ന് നോക്കേണ്ടതുണ്ട്, അദ്ദേഹം പറഞ്ഞു. IPL 2026 പോയിന്റ് പട്ടികയിൽ മുംബൈ ഇന്ത്യൻസ് ഏറ്റവും അവസാന സ്ഥാനത്താണ്. 6 പോയിന്റോടെ RCB 3-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. സാൾട്ട്, പട്ടിദർ, ഡേവിഡ് എന്നിവർക്ക് പുറമെ വിരാട് കോഹ്ലിയും അർദ്ധ സെഞ്ചുറിയുമായി RCB ബാറ്റിംഗിൽ നിർണായക പങ്ക് വഹിച്ചു. അതേസമയം ചേസിംഗിനിടെ പരിക്കേറ്റ രോഹിത് ശർമ്മ റിട്ടയർഡ് ഔട്ടായി മടങ്ങി.